Hi everyone, welcome to our next video. So this is the lecture about jury stability test. So actually jury stability test is for the analysis of discrete time system. The case of stability or stability analysis of discrete time system. This is the topic from fifth module of signals and systems. So in continuous time systems, we have studied the stability analysis method, root stability analysis or Routh-Hurwitz criteria for stability. Okay, so that is for the continuous time systems we will use root stability criteria, but for discrete time systems we need to follow jury stability analysis. Okay, that is the difference. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡാണ് ജൂറിസ് ടെസ്റ്റ്. കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡാണ് റൂത്ത്-ഹർവിറ്റ്സ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ. മാറിപ്പോരുത്. ഓക്കെ, അപ്പോൾ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റിലും നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയയിൽ പറഞ്ഞ പോലെ തന്നെ നെസസറി കണ്ടീഷൻസും ഉണ്ട്, സഫീഷ്യൻറ്റ് കണ്ടീഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ബേസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റെബിലിറ്റി. അവിടെ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തരും, അതിൻ്റെ നെസസറി കണ്ടീഷൻസ് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ എന്ത് വേണം? റൂത്ത് ടേബിൾ വേണം, അല്ലെങ്കിൽ റൂത്ത് അറേ വേണം. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മെത്തേഡ് വെച്ചിട്ട് റൂത്ത് അറേ കംപ്ലീറ്റ് ആക്കും. എന്നിട്ട് അതിൽ റൂത്ത് അറേയുടെ ഫസ്റ്റ് കോളത്തിൽ എല്ലാ എലമെൻസും പോസിറ്റീവ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് സ്പെഷ്യൽ കേസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എലമെൻറ്റ് 0 വരുന്നതും കംപ്ലീറ്റ് റോ 0 ആകുന്നതും, അതൊക്കെ സ്പെഷ്യൽ കേസസ് ആണ്. എനിവേ അതാണ് റൂത്ത് സ്റ്റെബിലിറ്റി അനാലിസിസ്. അത് ഫോർ കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസിനുള്ള മെത്തേഡാണ് ജൂറിസ് ടെസ്റ്റ് ഓർ ജൂറിസ് സ്റ്റെബിലിറ്റി ടെസ്റ്റ്. സോ അതിനും നമുക്ക് രണ്ട് കണ്ടീഷൻസാണ് പറയുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ പോളിനോമിയൽ നമ്മൾ f(z) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ പോളിനോമിയലിനെയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ എഴുതുന്ന ഇക്വേഷനാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ ടേംസിലുള്ളതായിരിക്കും നമുക്കറിയാം, കാരണം സെഡ് ട്രാൻസ്ഫോം എടുത്തിട്ടാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ എസ് ഡൊമൈനിലുള്ളതായിരിക്കും, കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാനായിട്ട് നമ്മൾ എടുക്കുക. അതുകൊണ്ട് തന്നെ അവിടെ എസ് ആയിരിക്കും വേരിയബിൾ ഉണ്ടാവുക. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെഡിൻ്റെ ടേംസിലായിരിക്കും. അപ്പോൾ എനിവേ ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെയാണ് ഇവിടെ f(z) എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ f(z) എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ നെസസറി കണ്ടീഷൻസ് പറയുന്നത് ഈ രണ്ട് നെസസറി കണ്ടീഷൻസാണ് പറയുന്നത്. f(1) ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. f(1) മീൻസ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ f(z) വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് z ഈക്വൽ ടു 1. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനാണ് f(1) എന്ന് പറയുന്നത്. സോ f(1) ഈസ് നത്തിങ് ബട്ട് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എവിടെയൊക്കെ സെഡ് ഉണ്ടോ ആ സെഡിനെല്ലാം 1 ഇട്ട് കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവണം. അത് ഒരു പോസിറ്റീവ് വാല്യൂ ആവണം, നെഗറ്റീവ് ആവരുത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആവണം ഫസ്റ്റ് നെസസറി കണ്ടീഷൻ. ദെൻ സെക്കൻഡ് നെസസറി കണ്ടീഷൻ ഈസ് -1 ഹോൾ റേസ് ടു n f(-1). f(-1) മീൻസ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ f(z)ൽ സെഡിന് -1 ഇട്ട് കൊടുത്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് f(-1) എന്ന് പറയുന്നത്. അത് ഇൻറ്റു -1 ഹോൾ റേസ് ടു n ഉണ്ട്. ഇവിടെ n എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ, അതായത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ z⁻³ പ്ലസ് 0.2 z² പ്ലസ് z +5 ഈക്വൽ ടു 0 എന്നാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്നുണ്ടെങ്കിൽ അതിൽ സെഡിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണോ വരുന്നത് അതാണ് n. ഓക്കെ, അപ്പോൾ എന്നിന് ഹയസ്റ്റ് പവറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. -1 ഹോൾ റേസ് ടു ആ വാല്യൂ ഇൻറ്റു f(-1) എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് അതും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. എങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. സോ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഈ നെസസറി കണ്ടീഷൻസ് ഏതെങ്കിലും വയലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നോ നീഡ് ടു ചെക്ക് ഫോർ ദി സഫീഷ്യൻറ്റ് കണ്ടീഷൻസ്, ബിക്കോസ് ഇഫ് ദ നെസസറി കണ്ടീഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് സിസ്റ്റം വിൽ ബി അൺസ്റ്റേബിൾ. സിസ്റ്റം അൺസ്റ്റേബിൾ ആവും, പിന്നെ സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സഫീഷ്യൻറ്റ് കണ്ടീഷനിലോട്ട് പോകേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നെസസറി കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ അപ്പം തന്നെ പറയാം സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ.
ഓക്കെ, ഈ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത്, അവിടെ നമ്മൾ റൂത്ത് അറേ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ നമ്മൾ ജൂറീസ് ടേബിൾ അല്ലെങ്കിൽ ജൂറീസ് അറേ എന്നാണ് പറയുക, ആ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ജൂറീസ് അറേ ഉണ്ടാക്കാനായിട്ടുള്ള മെത്തേഡാണ് ഈ പറയുന്നത്. ജൂറീസ് അറേയിൽ വേണ്ട ഒരു അറയാണല്ലോ, അല്ലെങ്കിൽ ടേബിൾ ഫോർമാറ്റ് ആണ്. അതിൽ നമ്പർ ഓഫ് കോളംസിനും നമ്പർ ഓഫ് റോസിനും എണ്ണം ഇവിടെ പറയുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട്. റൂത്തിൽ നമ്മളങ്ങനെ എണ്ണമായിട്ട് പറയാറില്ല, നമ്മൾ എഴുതി വരുമ്പോൾ എത്രത്തോളം എലിമെൻറ്റ്സ് വരുന്നുണ്ടോ അവിടെ വെച്ച് അങ്ങനെയാണ് നമ്മൾ നിർത്തുക. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, എത്രത്തോളം റോസ് വേണം എത്രത്തോളം കോളംസ് വേണമെന്ന് സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ജൂറീസ് അറേ കൺസിസ്റ്റ് ഓഫ് 2n-3 റോസ്. അപ്പോൾ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്, അതായത് ഹൊറിസോണ്ടലി എത്ര കോളങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് റോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2n-1 റോസ് വേണം. അഗെയിൻ ഹിയർ n ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് z ഇൻ ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ 2n-3 റോസ് വേണം. ദെൻ n+1 കോളംസ് വേണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ z³ തുടങ്ങുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. മാക്സിമം പവർ 3 ആണ് z-ൻ്റെ എന്നുണ്ടെങ്കിൽ n-ൻ്റെ വാല്യൂ ഇവിടെ 3 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കോളംസ് എത്ര വരും? 2 × 3 6 - 3 3 3 റോസും വരും. n+1 3 + 1 4 കോളംസും വരും. ഒരു 3 ഹയസ്റ്റ് പവർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ ജൂറീസ് അറേയിൽ. ഓക്കെ, അങ്ങനെ അപ്പോൾ എത്ര റോസ് വേണം എത്ര കോളംസ് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുപോലെ അത്രയ്ക്ക് റോസും കോളംസും ഉള്ള ഒരു ടേബിൾ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ an z⁻n ടേംസിലൊക്കെ പറഞ്ഞേക്കണേ. അതിനൊക്കെ പകരം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ f(z) എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണെന്ന് വിചാരിക്കുമ്പോൾ ഒരു 4 ഇടാം. ഓക്കെ, അല്ലെങ്കിൽ a4 z⁻4 പ്ലസ് a3 z³ പ്ലസ് a2 z² പ്ലസ് a1 z⁻1 പ്ലസ് a0 എന്നാണ് നമ്മുടെ f(z) അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹയസ്റ്റ് പവർ 4 ആണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് റോസ് 2n-3 റോസ് ഉണ്ടായിരിക്കും. n എന്ന് പറയുന്നത് 4 ആണ് ഇവിടെ. അപ്പോൾ 4 × 2 8 - 3 5 റോസ് ഉണ്ടായിരിക്കും. അപ്പോൾ 5 റോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? 1 2 3 4 5 റോസ് വരും. കോളംസ് n+1 കോളംസ് ആണ്. അതായത് 4 + 1 5 കോളംസ് ഉണ്ടാകണം. 5 കോളംസ് ഉള്ള ഇതുപോലെ ഒരു ടേബിൾ വരയ്ക്കണം. എന്നിട്ട് അതിന് ഓരോ റോസിന് 1 2 3 4 5 നമ്പർ ഇടുക. 5 റോസ് വേണം. ഇനി അതുപോലെ തന്നെ 5 കോളംസ് തന്നെയാണ്. കോളംസിന് പേര് കൊടുക്കുമ്പോൾ z⁻0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റത്തെ കോളത്തിൻ്റെ പേര് z⁻0 ആണ്. സെക്കൻഡ് കോളം z⁻1 ദെൻ z², z³ z⁻4 മാക്സിമം പവർ വരെ വരും. അപ്പോൾ കോളത്തിൻ്റെ നേരെ z⁻0 z⁻1 z⁻2 z⁻3 അങ്ങനെ എഴുതണം. റോസിന് വെറുതെ 1 2 3 4 5 നമ്പർ ഇട്ടാൽ മതി. ഇനി ചെയ്യേണ്ട കാര്യം z⁻0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലുണ്ടല്ലോ, അവിടെ z⁻0ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻറ്റ് ടൈം ആയിരിക്കും. അത് ഇവിടെ എഴുതണം a0. ദെൻ z-ൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ z⁻1ൻ്റെ കോഎഫിഷ്യൻറ്റ് ഈ z⁻1ൻ്റെ നേരെ കോളത്തിൽ എഴുതുക. z²ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ എഴുതുക a2, z³ കോഎഫിഷ്യൻറ്റ് a3, z⁻4ൻ്റെ കോഎഫിഷ്യൻറ്റ് a4 ഇങ്ങനെ എഴുതുക. ഓക്കെ, അത് റോയിൽ നേരെയാണ് എഴുതേണ്ടത്. റൂത്തിൽ നമ്മൾ ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെ ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെ എന്നൊക്കെയാണ് എഴുതാറ്. അതും ഹയസ്റ്റ് പവറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ലോവസ്റ്റ് പവറിൻ്റെ കോഎഫിഷ്യൻസിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് കോളം ഫില്ല് ചെയ്യാൻ സിമ്പിളാണ്. തൊട്ടും മേലെ കിടക്കുന്ന ഓഡ് റോ, അതായത് ഫസ്റ്റ് 1ാമത്തെ റോയാണ്, അത് ഓഡ് നമ്പറാണ്. ഓഡ് റോൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ആ തൊട്ട് താഴെ കിടക്കുന്ന ഈവൻ റോ. അതായത് സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിന് നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. a0 തൊട്ട് a4 വരെയല്ലേ കിടക്കണേ. ഇവിടെ നമ്മളപ്പോൾ a4 അത് ലാസ്റ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എഴുതുക, സെക്കൻഡ് ലാസ്റ്റ് സെക്കൻഡ് എഴുതുക, അതിൻ്റെ തൊട്ട് മുന്നത്തോട്ടേയും ഇവിടെ എഴുതുക a1 a0 ജസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി തേർഡ് റോ തൊട്ട് കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ തേർഡ് റോയിലെ വാല്യൂവിന് നമ്മളിപ്പോൾ b0 എന്നെടുക്കുകയാണെങ്കിൽ b0 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, തൊട്ട് മുന്നത്തെ 2 റോയിലെ എലമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുക. തൊട്ട് മുന്നത്തെ a0യും a4 എടുക്കുക. ഫസ്റ്റത്തെ 2 എലമെൻറ്റ്സ് എപ്പോഴും കോമൺ ആണ്.
B0 ഈക്വൽസ് ഫസ്റ്റ് രണ്ട് എലമെൻറ്റ്സ് എടുക്കും A0 A4, ദെൻ ലാസ്റ്റ് രണ്ട് എലമെൻറ്റ്സ് എടുക്കുക A4 A0. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് B0. വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് ഡിറ്റർമിനൻ്റ്. അതായത് A0 A4ൻ്റെയും A4 A2ൻ്റെയും ഡിറ്റർമിനൻ്റ് കാണും. അതായത് A0 ഇൻറ്റു A0 മൈനസ് A4 ഇൻറ്റു A4, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമ്മൾ റൂട്ടിലെപ്പോഴും റിവേഴ്സ് ഡിറ്റർമിനൻ്റ് ആയിരുന്നു. ദെൻ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഈ അറേഞ്ച് ലെഫ്റ്റ് എൻഡിൽ ലാസ്റ്റ് കിടക്കുന്ന ടേം എടുക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ഡിവൈഡഡ് ബൈ ഒന്നുമില്ല, ഡയറക്റ്റ് ഡിറ്റർമിനൻറ്റുമാണ്. സോ A0 ഇൻറ്റു A0 മൈനസ് A4 ഇൻറ്റു A4, അതാണ് B0 വരിക. ഇനി തൊട്ടപ്പുറത്ത് B1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫസ്റ്റ് രണ്ട് എലമെൻറ്റ്സ് കോമൺ ആണ്. A0 A4 കോമൺ ആണ്. ലാസ്റ്റ് എലമെൻറ്റിന് പകരം സെക്കൻഡ് ലാസ്റ്റ് രണ്ട് എലമെൻറ്റ്സ് എടുക്കണം. അതായത് A0 A4 A3 A1, ആ 4 എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്? അതാണ് B1. ദെൻ B2 എന്ന് പറയുമ്പോൾ നേരെ തൊട്ട് മുന്നത്തെ അത് A0 A4 കോമൺ ആണ്, അതിൻ്റെ കൂടെ A2 അതും കൂടിയുള്ള ഡിറ്റർമിനൻ്റ് എടുക്കുക. ദെൻ B1 B3 എന്ന് പറയുന്നത് A0 A4ഉം A1 A3യും ഡിറ്റർമിനൻ്റ് എടുക്കുക. പിന്നെ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് എലമെൻറ്റ്സ് ഉണ്ടാകും. ഈ രണ്ട് എലമെൻറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, പിന്നെ എലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ റോ ബ്ലാങ്ക് ആയിട്ട് വിടുക, കാരണം അവിടെ എലമെൻറ്റ് ഉണ്ടാവില്ല. ഇനി ഫോർത്ത് റോ എങ്ങനെ ചെയ്യണം? ഈവൻ റോസ് എപ്പോഴും തൊട്ട് മുന്നത്തെ ഓർഡർ റോസിലെ റിവേഴ്സാണ്. അപ്പോൾ വീണ്ടും B3 എന്ന് പറയുന്ന എലമെൻറ്റ് ആദ്യം എഴുതുക. ഈ എലമെൻ്റ് എല്ലാം ഈ രണ്ട് റോ കളയാനുള്ളതാണ് കേട്ടോ. B3 ആദ്യം എഴുതുക, ദെൻ B2 B1 B0 ഇങ്ങനെ എഴുതുക. ഈ രണ്ട് റോ ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇടുക. ഇനി അഗൈൻ ഫിഫ്ത്ത് റോയിൽ കാൽക്കുലേഷൻ വരും. അപ്പോൾ എപ്പോഴും ഓർഡർ റോസിലാണ് കാൽക്കുലേഷൻ വരിക. ഈവൻ റോസ് ജസ്റ്റ് തൊട്ട് മേലുള്ള ഓർഡർ റോൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. ഇനി അഗൈൻ വീണ്ടും ഇവിടെ നമ്മൾ ഫിഫ്ത്ത് റോയിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇപ്പോൾ C0 എന്ന് വിളിക്കുകയാണെങ്കിൽ C0 കണ്ടുപിടിക്കണമെങ്കിൽ B0 B3 തൊട്ട് മേലത്തെ രണ്ട് റോയിൽ ഫസ്റ്റ് രണ്ട് എലമെൻറ്റ് എടുത്തു, ലാസ്റ്റത്തെ രണ്ട് എലമെൻറ്റ് B3 B0 എടുത്ത് ഡിറ്റർമിനൻ്റ് കണ്ടു. ദെൻ C1 ആണെങ്കിൽ ഫസ്റ്റ് രണ്ട് എലമെൻറ്റും സെക്കൻഡ് ലാസ്റ്റ് രണ്ട് എലമെൻറ്റ് എടുക്കുക. C2 ആണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ്സും സെക്കൻഡ് എലമെൻറ്റും എടുക്കുക. പിന്നെ എലമെൻറ്റ് ഇല്ല എടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി രണ്ട് റോസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. പിന്നെ അങ്ങോട്ട് ഉണ്ടോ? ഇല്ല, ഫിഫ്ത്ത് റോ വരെ ഉള്ളൂ, നമുക്ക് സിക്സ് റോയുടെ ആവശ്യമില്ല. അപ്പോൾ സിക്സ് റോ ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഫിഫ്ത്ത് റോ വരെ ചെയ്താൽ മതി. ഇതാണ് ജൂറീസ് ടേബിൾ. അപ്പോൾ ജൂറീസ് ടേബിൾ കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഇനി ജൂറീസ് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജൂറീസ് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് പറയുന്നത് എങ്ങനെയാണ്? ജൂറീസ് ടേബിളിൻ്റെ അല്ലെങ്കിൽ ജൂറീസ് അറയിലെ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യാം. അതായത് ഈ ഇതിലിപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ A0 തൊട്ട് AN വരെയുണ്ട്. ഇതിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ലെസ് ദാൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാസ്റ്റ് എലമെൻറ്റ്. ദാറ്റ് ഈസ് A0 എന്ന് പറയുന്നത് എപ്പോഴും ANനേക്കാളും ചെറുതായിരിക്കണം. എങ്ങനെ? മാഗ്നിറ്റ്യൂഡ് വൈസ് മാത്രം, സൈൻ ഒന്നും കൺസിഡർ ചെയ്യണ്ട. ആക്ച്വലി ഇവിടെ കാൽക്കുലേഷൻസിലൊക്കെ സൈൻ ഉണ്ടെങ്കിൽ സൈൻ ഇടണം. പക്ഷേ സഫീഷ്യൻറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് A0 എടുത്താൽ മതി. അതായത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കളഞ്ഞിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുക. ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് A0 എപ്പോഴും എന്തായിരിക്കണം? ചെറുതായിരിക്കണം ANനേക്കാളും. ഇൻ ഫസ്റ്റ് റോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, A0ൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ANൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും കുറവായിരിക്കണം. ദെൻ ഇൻ ദ റിമൈനിങ് ഓഡ് റോസ് ഓഫ് ജൂറീസ് അറേ the magnitude of first element should be greater than the magnitude of last element. ബാക്കിയുള്ള റോസിൽ, ബാക്കിയുള്ള എങ്ങനത്തെ റോസാണ്? ഈവൻ റോസ് കൺസിഡർ ചെയ്യേണ്ട. ഓഡ് റോസിൽ, അതായത് 1 കഴിഞ്ഞാൽ 3 5 പിന്നെ 7 ഉണ്ടെങ്കിൽ 7, 9th റോ ഉണ്ടെങ്കിൽ അങ്ങനെ. ഈ ഫസ്റ്റ് റോ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓഡ് റോസിൽ ഫസ്റ്റത്തെ എലമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലാസ്റ്റ് എലമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും വലുതായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് റോയിൽ മാത്രമാണ് ഫസ്റ്റ് എലമെൻറ്റ് ചെറുതാവേണ്ടത് ലാസ്റ്റ് എലമെൻറ്റിനേക്കാളും. ബാക്കിയുള്ള എല്ലാ റോസിലും ഫസ്റ്റ് എലമെൻറ്റ് വലുതായിരിക്കണം ലാസ്റ്റ് എലമെൻറ്റിനേക്കാളും മാഗ്നിറ്റ്യൂഡ് വൈസ്. സൈൻ നോക്കണ്ട, മാഗ്നിറ്റ്യൂഡ് വൈസ്. ആ രണ്ട് കണ്ടീഷൻസ്, അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻസ് എന്ന് പറയാൻ പറ്റില്ല, എത്ര റോസ് വരുന്നുണ്ടോ എല്ലാ റോസിലും ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ. ഏതെങ്കിലും ഒരു റോയിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ കംപ്ലീറ്റ് സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, എല്ലാ സഫീഷ്യൻറ്റ് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ജൂറീസ് സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൽ A എന്ന് പറഞ്ഞിരിക്കുന്നത് 2z⁴ പ്ലസ് 8z³ പ്ലസ് 12z² പ്ലസ് 5z പ്ലസ് 1 = 0 എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഈ 0 മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്തിനെയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് നമ്മൾ പറയാം, f(z). ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നെസസറി കണ്ടീഷൻ എഫ് ഓഫ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 -1 റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് -1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ n എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് സെഡ് ഇൻ ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് സെഡ് 4 ആണ്. സോ n ഈസ് 4. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 1 കണ്ടുപിടിക്കാൻ സെഡിന് എല്ലാവരും 1 ഇട്ട് കൊടുത്താൽ മതി. അതായത് 2 ഇൻറ്റു 1 റേസ് ടു 4 എന്ന് വരും, പ്ലസ് 8 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 12 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 1 പ്ലസ് 1. അതായത് കോഎഫിഷ്യൻസ് എല്ലാം കൂടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയാവും. 2 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 5 പ്ലസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ 0. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സെക്കൻഡ് നെസസറി കണ്ടീഷൻ എടുത്തു. -1 ഹോൾ റേസ് ടു 4. -1 ഹോൾ റേസ് ടു 4 എന്ന് വെച്ചാൽ പ്ലസ് 1 ആവും. ഓക്കെ, ഈവൺ നമ്പർ അല്ല പവറിൽ എടുക്കുന്നത്, അപ്പോൾ മൈനസ് പോവും, പ്ലസ് 1 ആവും. ഇൻറ്റു എഫ് ഓഫ് -1 എങ്ങനെയാണ് നോക്കാം. എഫ് ഓഫ് -1 എന്ന് പറയുമ്പോൾ സെഡിന് -1 കൊടുക്കുക. അപ്പോൾ സെഡിൻ്റെ ഈവൺ പവേഴ്സ് വരുന്നതൊക്കെ +1 ആയി മാറും. സെഡിൻ്റെ ഓഡ് പവേഴ്സ് ഉണ്ടെങ്കിൽ സെഡ് ക്യൂബൊക്കെ വരുമ്പോൾ -1 ആവും, അല്ലെ -1 ഹോൾ ക്യൂബ് -1 ആവും, -8 വരും. അപ്പോൾ 2 - 8 + 12 -5 + 1 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 2 എന്നാണ് കിട്ടുന്നത്. ദെൻ -1 ഹോൾ റേസ് ടു 4 +1 തന്നെയാണ്. 2 ഇൻറ്റു 1 2. ഇറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. സോ രണ്ട് നെസസറി കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ വി നീഡ് ടു ചെക്ക് ഫോർ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ്. സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം തന്നെ ജൂറിസ് അറേ വേണം. ജൂറിസ് അറേ വരയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും കണ്ടുപിടിക്കുക. സോ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2n-3 ആണ്. നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് n+1 ആണ്. അപ്പോൾ n ഇവിടെ 4 ആയ കാരണം കോളംസ് 5 വരും, റോസ് 2n എന്ന് പറയുമ്പോൾ 4 - 3 5 വരും. 4 ഇൻറ്റു 2 8 - 3 5 വരും. അപ്പോൾ 5 റോസും 5 കോളംസും ഉള്ള ഒരു ജൂറിസ് ടേബിൾ വരച്ചു. റോസിന് ജസ്റ്റ് 1 2 3 4 5 എന്ന് പേര് കൊടുക്കുക. കോളംസിന് z⁻⁴, z⁻⁴, അങ്ങനെ സെഡിൻ്റെ മാക്സിമം പവേഴ്സ് z⁻⁴ വരെ വരും. ഇനി കറസ്പോണ്ടിങ്ങിൽ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ z⁻⁴ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്, കോൺസ്റ്റൻറ്റ്. അത് z⁻⁴ താഴെ എഴുതി. സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് 5, z² കോഎഫിഷ്യൻ്റ് 12. സെഡിൻ്റെ താഴെ 5 എഴുതി, z² താഴെ 12 എഴുതി. അങ്ങനെ അതാത് സെഡുകളുടെ കോഎഫിഷ്യൻ്റ് ഫസ്റ്റ് റോയിൽ എഴുതാം. ദെൻ സെക്കൻഡ് റോ എങ്ങനെയാണ്? ജസ്റ്റ് ഫസ്റ്റ് റോനെ റിവേഴ്സ് ചെയ്താൽ സെക്കൻഡ് റോയായി. ദെൻ തേർഡ് റോ തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് 2 എലമെൻറ്റും ലാസ്റ്റ് 2 എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. അങ്ങനെ കംപ്ലീറ്റ് ടേബിൾ ഫില്ല് ചെയ്തു. ടേബിൾ ഫില്ല് ചെയ്തതിന് ശേഷം സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. സഫിഷ്യൻറ്റ് കണ്ടീഷൻസിൽ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലാസ്റ്റ് എലമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും ചെറുതാവണം. ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 1 ലാസ്റ്റ് എലമെൻറ്റ് 2 ആണ്. ഫസ്റ്റ് എലമെൻറ്റ് 2-നേക്കാളും ചെറുതാണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി സെക്കൻഡ് റോ കൺസിഡർ ചെയ്യേണ്ട, തേർഡ് റോ നോക്കിയാൽ മതി. തേർഡ് റോ തൊട്ട് താഴോട്ട് ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും വലുതായിരിക്കണം ലാസ്റ്റ് എലമെൻറ്റിനേക്കാളും മാഗ്നിറ്റ്യൂഡ് വൈസ്. തേർഡ് റോയിൽ 3 - 3 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുമ്പോൾ 3, ലാസ്റ്റ് എലമെൻറ്റ് -2 ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുമ്പോൾ 2. അപ്പോൾ 3 തന്നെയാണ് വലുത്. അപ്പോൾ തേർഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് വലുതാണ്. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഫിഫ്ത്ത് റോയിലും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ സിസ്റ്റം സ്റ്റേബിളാവും. അപ്പോൾ ഫിഫ്ത്ത് റോ നോക്കാം. അവിടെ 5 ആണ് ഫസ്റ്റ് എലമെൻറ്റ്, ലാസ്റ്റ് എലമെൻറ്റ് 14 ആണ്. അപ്പോൾ 5 എങ്ങനെയാണ്? ചെറുതാണ് ലാസ്റ്റ് എലമെൻറ്റിനേക്കാളും. പക്ഷെ നമുക്ക് ബാക്കിയുള്ള റോസിലൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് എലമെൻറ്റ് വലുതായിരിക്കണം, ലാസ്റ്റ് എലമെൻറ്റിനേക്കാളുമാണ്. അപ്പോൾ ഫിഫ്ത്ത് റോയിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, വിച്ച് മീൻസ് നോട്ട് സാറ്റിസ്ഫൈഡ്, വിച്ച് മീൻസ് ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഏത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലും കാര്യമില്ല. സഫിഷ്യൻറ്റ് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് നോട്ട് സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ തന്നെ സിസ്റ്റം അൺസ്റ്റേബിൾ ആകും. സോ ഹിയർ ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. അങ്ങനെ 2-3-4 പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.